ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ആഷ്ലി വെസ്റ്റ്വുഡിന്റെ ക്ലബ്ബുമായുള്ള കോൺട്രാക്ട് പൂർത്തിയായിരുന്നു. ഈ കോൺട്രാക്ട് പുതുക്കാൻ ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ആഷ്ലി വെസ്റ്റ്വുഡിന് ഒരു ഓഫർ നൽകിയിരുന്നു. പക്ഷേ ആഷ്ലി വെസ്റ്റ്വുഡ് ഇപ്പോഴും അത് സ്വീകരിച്ചിട്ടില്ല. അതായത് മറ്റു ഓഫറുകൾക്ക് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ്. അനുയോജ്യമായ ഓഫറുകൾ ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവിടേക്ക് പോകും. അതല്ല, അനുയോജ്യമായ ഓഫറുകൾ ലഭിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും. ഇത്തരത്തിലുള്ള ഒരു സിനാരിയോയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇന്നലെ ആശിഷ് നേഗി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ തങ്ങളുടെ പരിശീലകന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. അതായത് വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ആരായിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതകൾ ഇല്ല. ആഷ്ലി വെസ്റ്റ്വുഡ് ഈ ഓഫർ സ്വീകരിക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഇത്. അദ്ദേഹം തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിശീലകർക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് ശ്രമിക്കാം. അദ്ദേഹം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി ശ്രമിക്കേണ്ടതില്ല. പക്ഷേ ഇതുവരെ ആഷ്ലി വെസ്റ്റ്വുഡ് ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല. അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെ സങ്കീർണമാക്കുകയാണ്. ഏതായാലും അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ആരായിരിക്കും എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല. ഒരു വ്യക്തതയും ഇല്ല എന്നാണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു അപ്ഡേറ്റ് കൂടി ഇതോടൊപ്പം പങ്കുവെക്കാം. അതായത് ജീനിയസ് സ്പോർട്സിന്റെ ഒരു ബിഡ് അവിടെ ഉണ്ടായിരുന്നല്ലോ. അവരുടെ പ്രപ്പോസൽ സ്വീകരിക്കില്ല എന്നുള്ള കാര്യം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവരെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ജീനിയസ് സ്പോർട്സിന് ഇത്തവണത്തെ ISL ഒരു റോൾ ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫെഡറേഷൻ അവരുടെ ഈ ഒരു ബിഡ് തള്ളിക്കളഞ്ഞു, പ്രപ്പോസൽ തള്ളിക്കളഞ്ഞു എന്നുള്ള കാര്യം അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.